لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. കാസർഗോഡ് ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിച്ച 13ാമത് ഇസ്ലാമിക കലാമേളയിൽ വ്യത്യസ്തമായ ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് മോതിരവിരൽ നഷ്ടപ്പെട്ട പെൺകുട്ടി. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഫലസ്തീൻ മണ്ണിലേക്കാണ്. അവിടെ കൊട്ടാര സമാനമായ ഒരു വീട്. ആ വീട്ടിൽ കുടുംബനാഥനും ഭാര്യയും അവരുടെ പ്രിയപ്പെട്ട മോളും മാത്രം. എന്താണ് അവളുടെ പേര്? ഹന്ന എന്ന പേരാണ്, പൊന്നിനൊത്ത നിറമാണ്, മൊഞ്ചുമേറും രംഗും ചന്ദ്രമാ ചന്ദ്രനാ. ഹന്ന, അതാണ് അവളുടെ പേര്. അവളാണ് നമ്മുടെ കഥയിലെ നായിക. ഒരു ദിവസം ഹന്നയുടെ പിതാവ് പൂമുഖോൾപ്പടിയിൽ ഇരിക്കവേ ആ വീട്ടിലേക്ക് ഒരു യാചകൻ കയറി. ദുശ്ശകനം കണ്ടതുപോലെ മുഖം ചുളിച്ച് പുച്ഛത്തോടെ ഗൃഹനാഥൻ ചോദിച്ചു, എന്ത് വേണം? എനിക്ക് വല്ലതും തരണം. വളരെയേറെ ദിവസങ്ങളായി വല്ലതും കഴിച്ചിട്ട്. ആ പാപം കിതപ്പിനിടയിൽ വിക്കി വിക്കി പറഞ്ഞു, എന്തേലും ചോദിച്ചു വരാൻ താൻ ഇവിടെ എന്തേലും തന്നേൽപ്പിച്ചിട്ടുണ്ടോ? വീടുടമസ്ഥൻ ശബ്ദമുയർത്തി ചോദിച്ചു. ഞാനിവിടെ ഒന്നും തന്നേൽപ്പിച്ചിട്ടില്ല. ശരി തന്നെ, പക്ഷെ അങ്ങൊന്നും കൊണ്ടുപോന്നിട്ടില്ലല്ലോ. അല്ല തന്ന മുതലല്ലേ, ഇല്ല വചനം ചൊല്ലിടല്ലേ, തന്നവൻ തിരിച്ചെടുക്കും വമ്പ് കാട്ടല്ലേ, ഭൂവിൽ തമ്പടിച്ചോരാരുമില്ല വീമ്പ് ചൊല്ലല്ലേ. യാചകന്റെ തർക്കുത്തരം കേട്ടതോടെ സമ്പന്നതയുടെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ നിയന്ത്രണം വിട്ടു. പോടാ പിശാചേ, പുറത്തേക്ക്. ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അയാൾ ഞാൻ വിചാരിച്ചു അള്ളാഹു തന്നതാണ്, നിങ്ങളുടേതാണെങ്കിൽ അതിൽ നിന്നൊരു തേരി എനിക്ക് വേണ്ട. യാചകൻ ശാന്തനായി പറഞ്ഞു. പക്ഷേ അത് എഴുതിയിൽ എണ്ണൊഴിച്ചതിന് സമാനമായി. സർവ്വനിയന്ത്രണം നഷ്ടപ്പെട്ട ഗൃഹനാഥൻ പട്ടിക്കുട്ടിന് നേരെ പാഞ്ഞു. എന്നിട്ട് പട്ടിയെ വിട്ടവനലരുന്നു, കിട്ടിയ ചവറുകൾ എറിയുന്നു, യാചകൻ അലറിക്കരയുന്നു, യാതന വേദനയേറുന്നു. കൂട്ടിലുണ്ടായിരുന്ന പട്ടികളെ ആ പാവത്തിന് നേരെ അയാൾ അയച്ചുവിട്ടു. അയാൾക്ക് നേരെ ചേരെടുത്തു. കൺകാലിൽ ഉണക്ക മാംസം ആ പട്ടി കടിച്ചെടുത്തു. സുഹൃത്തുക്കളെ, ഇതെല്ലാം കണ്ടുകൊണ്ട് ആ വീടിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കഥാനായിക ഹന്നമോൾ. അവൾക്ക് പിതാവിന്റെ ക്രൂരത സഹിക്കാനായില്ല. ആ ബാലിക ഓടിയെടുത്തു പട്ടികളെ കൂട്ടിലാക്കി ആ പാവം വൃദ്ധനെ രക്ഷിച്ചു. പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചതുപോലെ വിരലുണ്ടായിരുന്ന വജ്രമോതിരം അവൾ ഊരിയെടുത്തു. പിതാവിന്റെ ക്രൂരതക്ക് ആ മോൾ പരിഹാരം ചെയ്യുകയായിരുന്നു. അമൂല്യമായ വിലമതിക്കാനാവാത്ത വജ്രമോതിരം അവൾ അയാൾക്ക് നൽകി. യാചകന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. പ്രത്യോപകാരമായ നനഞ്ഞ കണ്ണുകളും വിറയാർന്ന കൈകളും മേൽപൊട്ടിയുയർത്തി ദീർഘനേരം അവൾ പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം മകളുടെ ശൂന്യമായ മോതിരവിരലിൽ പിതാവ് കാണാനിടയായി. വളരെ സാധാരണ അയാൾ ചോദിച്ചു, മോളെ, മോളുടെ മോതിരം എവിടെ? അവൾ പറഞ്ഞു, ഉപ്പ, അന്നത്തിന് വകയില്ലാത്ത ഒരു സാധു മനുഷ്യന് ഞാനത് ദാനം നൽകി പാപ്പ. മകളുടെ മറുപടി കേട്ട പിതാവ് ഞെട്ടി. വളരെയേറെ വിലപിടിപ്പുള്ള വജ്രമോതിരം ഇവളേക്കോ തണ്ടിക്ക് വെറുതെ കൊടുത്തന്നോ? അയാൾ നിന്നു കത്തി. പിന്നെ പെട്ടെന്നെന്തോ തീരുമാനിച്ചതുപോലെ അകത്തേക്ക് പോയ വേഗം തന്നെ അയാൾ തിരിച്ചെത്തി. ധനാർദ്ദനും ക്രൂരനും നീചനുമായ പിതാവ് മകളുടെ മോതിരവിരൽ അരിഞ്ഞെടുത്തു. വിലപ്പെട്ട മോതിരം വേണ്ട തീരുമാനിച്ചതേക്ക് ഈ വിരൽ വേണ്ടെന്ന് ഞാനും തീരുമാനിക്കുന്നു. കാലചക്രം മുന്നോട്ട് കൊണ്ടുപോയി. കാലങ്ങളേറെ കഴിഞ്ഞുവല്ലോ, കളികുട്ടി പ്രായം കൊഴിഞ്ഞുവല്ലോ, കല്യാണ പ്രായം വന്നെത്തില്ലല്ലോ, കൗമാരത്തിൻ ചുരി തൂകിയല്ലോ. ഹന്നക്ക് പ്രായപൂർത്തിയായി. സൗന്ദര്യത്തിന്റെ എല്ലാ ലാവണ്യവും അവളെ കാണാൻ പല കുമാരന്മാരും കൊതിയോട് ചോദിച്ചു. എന്നാൽ വിവാഹചടങ്ങുകൾ പലതും അവൾ തട്ടിമാറ്റി. തന്റെ വിരൽ ആവെങ്കിലും അവൾ തകർത്തി. പക്ഷെ പിതാവിന്റെ ആഗ്രഹത്തിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായി. താമസിയാതെ അവളുടെ വിവാഹം. മധുവിധു ആദ്യം
നവദമ്പതികൾ പരസ്പരം സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. മരണമല്ലാത്ത മറ്റൊന്നിനും നമ്മെ വീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നവൻ തട്ടിവിട്ടു. ആ നിമിഷം അവന്റെ കാതിൽ ഹന്ന മൊഴിഞ്ഞു, പ്രീതി, എങ്കിൽ അങ്ങയുടെ ഒരു രഹസ്യം പറയാൻ. എന്താണത്? എന്റെ പൊന്നുമാരനെ, എന്റെ ജീവനെ, കാര്യമൊന്ന് കാണണം നീയേ. എന്റെ കൈവിരലിൽ ഒന്ന് കുറവാണ് മാരനെ. പറ്റൂല ഇത് പറ്റൂല ഇത് പറ്റൂല എടി പെണ്ണേ. തെറ്റാണ് ഇത് കുറ്റാണ് ഇത് കുറവാണ് എടി കണ്ണേ. തന്റെ ഭാര്യയ്ക്ക് ഒരു വിരൽ കുറവാണെന്ന് അറിഞ്ഞപ്പോൾ ആ യുവാവ് ഞെട്ടേകുന്നു. ഈ കൊടുവഞ്ചനക്ക് മാപ്പില്ല, വേഗം മാറ്റിക്കൊള്ളൂ. ഇന്ന് രാത്രി തന്നെ നിന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്നു. കുളിച്ചു. അങ്ങനെ ആ പാവ പെൺകുട്ടി സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി. തന്റെ മകളുടെ അവസ്ഥ ആ പിതാവിനെ വല്ലാത്ത വേദനിപ്പിച്ചു. ഒരു ദുർബല നിമിഷത്തിൽ താൻ ചെയ്ത ഒരു പ്രവൃത്തി തന്റെ മോളുടെ ജീവിതം തുലച്ചുവല്ലുറപ്പേ. അയാൾ തേങ്ങിക്കരഞ്ഞു. ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെട്ട അയാൾ പിന്നീട് അധികകാലം മുന്നോട്ട് കൊണ്ടു. ഒരു ദിവസം യാത്ര എന്നേക്കും ഉപ്പ പിരിഞ്ഞു പോയി, ഉമ്മ കരഞ്ഞു പോയി, ഹന്നലയിച്ചു റബ്ബിൽ മന്നാൻ കനിഞ്ഞു ഹുബിൻ. ദുനിയാവേനിക്ക് വേണ്ട ദുരിതം സഹിക്കാൻ വയ്യ, നന്മ തുണക്കും നന്മേ തിന്മ ചതിക്കും പൊന്നേ. പിതാവിന്റെ മരണശേഷം മാതാവിന്റെ ജീവിതം പിന്നീട് ദുഃഖപൂർണമായിരുന്നു. എന്നാൽ ഹന്നയെ മാത്രം അത് സാരമായി ബാധിച്ചില്ല. സദായി ബാധ്യതകളുമായി ജീവിതത്തിൽ അവൾ മാധുര്യം കണ്ടു. ഇനി നശ്വരമായ ജീവിതത്തിൽ ഒരു ആഗ്രഹം മാത്രമേ ഹന്നക്ക് ബാക്കിയുള്ളൂ. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനെ ഒന്ന് കാണണം, കണ്ണിറിയാ പുണ്യഭൂമുഖം ഒന്ന് ദർശിക്കണം. അതുവരെ പഠിച്ചവനെ ഈ പാപത്തെ മടക്കി പിടിക്കരുത് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉമ്മയെ അടുക്കളയിൽ സഹായിച്ചുകൊണ്ടിരിക്കെ പുറത്തു നിന്ന് ആരോ വിളിച്ചതുപോലെ ഹന്നക്ക് തോന്നി. മോളി ഹന്ന, ഒരു അപരിചിത ശബ്ദം. ഹന്ന വാതിൽ തുറന്നു. വാതിൽ തുറന്നോക്കിയ ഹന്ന കണ്ടത് ആരോഗ്യത്തിന്റെ കാത്രനായ ഒരു ചോദിച്ചിനെ. നീണ്ട താടിയും പുഞ്ചിരിയുമായ എന്തൊരു തേജസ്സാണ് മുഖത്ത്. ആകെ പരിചയപ്പെട്ടു. ഞാൻ പ്രവാചകനാണ്. ഹന്നയെ കാണാൻ വന്നതാണ്. പഠിച്ചവനെ, ഞാൻ കാണുന്നത് സ്വപ്നമോ യാഥാർത്ഥ്യമോ? മൂസാ നബി തന്നെ കാണാൻ വരിക, തന്റെ പേര് വിളിക്കും. ഏറെ ഹന്നക്ക് സമനില നേടിയെടുക്കാൻ ആഹ്ലാദം അടക്കാനാവില്ല. എല്ലാം മനസ്സിലാക്കി പ്രവാചകൻ അവനോട് പറഞ്ഞു, മോളി, അള്ളാഹു അറിയിക്കാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നീ കൊടുത്ത വജ്രമോതിരത്തിന് പകരം രത്നങ്ങളും മുത്തുകളും മരതങ്ങളും പതിച്ചു ഗോപുരങ്ങൾ സ്വർഗത്തിൽ നിനക്കായി തയ്യാർ ചെയ്തു കഴിഞ്ഞു മോളെ. നിന്റെ ദയയും ദാനധർമ്മങ്ങളും റബ്ബ് സ്വീകരിച്ചു മോളെ. പരലോകത്തെ പുണ്യവതികളുടെ കൂട്ടത്തിൽ നിന്റെ പേര് ചേർക്കപ്പെട്ടു മോളെ. സന്തോഷവതിയാകുക, ഞാൻ യാത്രയാകും. ഒരു തരം നിർവൃതിയില്ല നിൽപ്പാണ്. ഞാൻ കേട്ടത് സത്യമോ? എങ്കിൽ പഠിച്ചവനെ, ഞാൻ ഇത്ര ഭാഗ്യവതിയാണ്. അകത്തേക്ക് പിന്നെ ഒരു വീഴ്ചയായി നാഥന്റെ മുന്നിൽ ഹന്ന ദീർഘമായി സുജൂദിൽ വെച്ചു. ആ സുജൂദിൽ കിടന്ന് നമ്മൾ പ്രാർത്ഥിച്ചു, നാഥാ, നീ തൃപ്തിപ്പെട്ട അവസ്ഥയിൽ എന്നെ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വിളിക്കണേ. പുണ്യവതിയതാ സുജൂദിൽ വീണു, പിറകെ മരണത്തിൻ പിടുത്തം വന്നു. ഇഷ്ക് കബൂലാക്കി വിട ചൊല്ലുന്നു, ഇഷ്ട സുവർഗത്തിൽ ഇടം കിട്ടുന്നു. ആഖിറത്തിന് വേണ്ടി ദുനിയാവിനെ വലിച്ചെറിഞ്ഞ പുണ്യവതി ചേരനെടുത്ത് ചെന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കൊച്ചു കഥാപ്രസംഗത്തിന് വിരാമം കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും.